ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 4ലെ 8ാമത്തെ എപ്പിസോഡാണ്. സോ ഇതോടുകൂടി ഈ സീസൺ അവസാനിക്കുന്നു. അടുത്തത് നമ്മൾ ഏത് ആനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴൊന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മുസാൻ കിബുക്സുജി ആ ടെമ്പിളിനെ ലക്ഷ്യമാക്കി പോകുന്നതാണ്. നൈസ് ടു മീറ്റ് യു മുസാൻ കിബുക്സുജി. ഇത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. ഉപയാഷിക്ക് കഴിഞ്ഞ 1000 വർഷമായി എന്റെ കുടുംബത്തെയും ഈ ഡീമൺ സ്ലെയർ കോർപ്പിനെയും നീ അന്വേഷിച്ച് നടക്കുന്നു. അവസാനം നീ വന്നു. മുസാൻ കിബുക്സുജി ഇപ്പോ ഇതാ എന്റെ മുമ്പിൽ നിൽക്കുന്നു. അമാനെ, അവനെ കാണാൻ എങ്ങനെയാ? കണ്ടാൽ 20-30 വയസ്സിനിടയിൽ പ്രായം, വളരെ ഡീപ്പായിട്ടുള്ള പ്ലം കളർ കണ്ണുകൾ, അവന്റെ കണ്ണിലെ കൃഷ്ണമണികൾ പൂച്ചയെ പോലെയാണ്. ഓ, അങ്ങനെയാണോ? നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം എന്നോടും ഉപയാഷിക്ക് ഫാമിലിയോടും നിനക്ക് ഒരുപാട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്നെ കൊല്ലാൻ നീ തന്നെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ വളരെയധികം നിരാശനാണ് ഉപയാഷിക്ക്. ഈ സ്ഥലം അറിയാതെ കഴിഞ്ഞ 1000 വർഷമായി ഞാൻ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ തലവൻ. അപമാനമാണ്, വളരെ അപമാനമാണ്. ഉപയാഷിക്ക് നീ ഇതിനോടകം തന്നെ മരണത്തെ കാത്തു കിടക്കുവാണല്ലോ എന്ന് പറയുവാണ് മുസാൻ. ഇത് കേട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ് ഉപയാഷിക്ക്. നീ പറഞ്ഞത് ശരിയാണ്. കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മരിക്കുമെന്ന് 1.5 വർഷം മുൻപ് എന്നോടൊരു ഡോക്ടർ പറഞ്ഞു. എന്നിട്ടും ഞാനിവിടെ ജീവിച്ചിരിക്കുന്നു. അത് നിന്നെ തോൽപ്പിച്ചിട്ടേ ഞാൻ മരിക്കുമെന്നുള്ള എന്റെ ദൃഢനിശ്ചയം കൊണ്ടാ. മുസാൻ, നിങ്ങളുടെ ആ സ്വപ്നത്തിന് ഇന്ന് രാത്രി കൂടെ ആയുസുള്ളൂ. ഞാൻ നിന്നെ കൊല്ലാൻ പോവാ. ഞാൻ ഈ പറയുന്ന കാര്യം നിനക്കറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഞാനും നീയും ഒരേ ചോരയാണ്. പക്ഷെ നീ 1000 വർഷം മുൻപേ ജനിച്ചത് കൊണ്ട് നമ്മൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. സോ മുസാൻ കിബുക്സുജി ഉപയാഷിക്ക് ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്. ആ കാര്യം മുസാൻ കിബുക്സുജിക്ക് അറിയാവുന്നതുമാണ്. ഇത് കേട്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ എന്ന് മുസാൻ അവനോട് ചോദിക്കുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കുടുംബം നിന്നെപ്പോലൊരു മോൺസ്റ്ററിന് ജന്മം നൽകി. അത് കാരണം ആളുകൾ ആ കുടുംബത്തെ ശപിച്ചു. പതിയെ പതിയെ ആ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും മരിച്ചു വീഴാൻ തുടങ്ങി. ഉപയാഷിക്ക് ഫാമിലി വംശനാശത്തിന്റെ വക്കിലെത്തിയപ്പോ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അവരൊരു മന്ത്രവാദിനിയുടെ അടുത്തോട്ട് പോയി. നിങ്ങളുടെ ഫാമിലി ഒരു പിശാചിന് ജന്മം നൽകിയെന്നും അത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതിന് പരിഹാരമായി മന്ത്രവാദിനി ഫാമിലിയിൽ നിന്നും കല്യാണം കഴിച്ചാൽ മതിയെന്നും അവർ പറഞ്ഞു. പിന്നീട് തലമുറകളായി ഞങ്ങളുടെ ഫാമിലി മന്ത്രവാദിനി ഫാമിലികളിൽ നിന്നാണ് ഭാര്യമാരെ സ്വീകരിച്ചിരുന്നത്. പതിയെ ഞങ്ങളുടെ കുട്ടികൾ ജനിച്ചുടനെ മരിക്കുന്നത് അവസാനിച്ചു. പക്ഷെ എന്നിട്ടും ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആരും 30 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരുന്നിട്ടില്ല. നിങ്ങളുടെ ഈ മണ്ടത്തരം കേട്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. നിങ്ങളുടെ അസുഖം നിങ്ങളുടെ തലച്ചോറിനെയും ബാധിച്ചോ? അതും ഇതും തമ്മി ഒരു ബന്ധവുമില്ല. അതെന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഈ ദൈവത്തിന്റെ ശക്തിയൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. 1000കണക്കിന് ആളുകളെ കൊന്നിട്ടും ഞാൻ ഇപ്പോഴും ശിക്ഷിക്കപ്പെടാതെ ഇവിടെ ജീവിക്കുന്നു. ഈ 1000 വർഷമായിട്ടും ഞാനൊരു ദൈവത്തെയോ ബുദ്ധനെയോ കണ്ടിട്ടില്ല. അങ്ങനെയാണോ നീ വിശ്വസിക്കുന്നത്? പക്ഷേ എനിക്ക് എന്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. മുസാൻ, കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് നീ ഏത് തരത്തിലുള്ള സ്വപ്നങ്ങളാ കാണുന്നത് എന്ന് ഉപയാഷിക്ക് അവനോട് ചോദിക്കുന്നു. എനിക്കെന്തോ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഡീമൺ സ്ലെയർ കോർപ്പ് എന്ന ശല്യത്തിന്റെ ഉറവിടം ഇപ്പോ എന്റെ മുമ്പിലുണ്ട്. പക്ഷേ പതിവിലും വിപരീതമായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുവാണ് മുസാൻ. പെട്ടെന്നാണ് ഉപയാഷിക്കിടെ 2 കുട്ടികൾ അവിടെ പാട്ടുപാടി പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന മുസാൻ, ഈ വിചിത്രമായിട്ടുള്ള നൊസ്റ്റാൾജിയയും ഈ ആശ്വാസത്തിന്റെ വികാരവും എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഈ വലിയ വീട്ടിൽ ഇവർ 4 പേരും മാത്രമേ ഉള്ളോ? ഇവിടെയെങ്ങും ഒരു ഗാർഡ്സ് പോലും ഇല്ലല്ലോ എന്ന് മുസാൻ ചിന്തിക്കുന്നു. നീ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ മുസാൻ. നീ ഒരിക്കലും നശിക്കില്ലെന്ന് നീ വിചാരിക്കുന്നു, ഒരിക്കലും മരിക്കില്ലെന്ന് നീ വിചാരിക്കുന്നു. അതെ, അത് ശരിയാണ്. ഞാൻ നെസുക്കോയെ സ്വന്തമാക്കി കഴിഞ്ഞ ആ സ്വപ്നം പെട്ടെന്ന് എന്നെ യാഥാർത്ഥ്യമാകും. നിന്റെ ആ സ്വപ്നം നടക്കില്ല മുസാൻ എന്ന് ഉപയാഷിക്ക് അവനോട് പറയുന്നു. ഓ, എന്റെ കൺമുമ്പിൽ വരാതെ അവളെ മറച്ചു വെക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ശരി, ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ പോലെയല്ല. എനിക്ക് ലോകത്തിലെ എല്ലാ സമയവും ഉണ്ട് എന്ന് മുസാൻ അവരോട് പറയുന്നു. ഇല്ല, നീ വിചാരിച്ചത് തെറ്റാ. ഈ ലോകത്ത് നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് മനുഷ്യരുടെ വികാരങ്ങളാണ്. നിന്റെ ഈ വൃത്തികെട്ട സംസാരം കേട്ട് എനിക്ക് മടുത്തു എന്ന് പറയാണ് മുസാൻ. 1000 വർഷമായി ഡീമൺ സ്ലെയർ കോർപ്പ് ഒരിക്കൽ പോലും അപ്രത്യക്ഷമായിട്ടില്ല. ഒരുപാട് നിർഭാഗ്യവരായ കുട്ടികൾ മരിച്ചുപോയി. എന്നിട്ടും അതൊരിക്കലും ഇല്ലാതായില്ല. സോ ആ യാഥാർത്ഥ്യം തന്നെ അത് തെളിയിക്കുന്നു. നിങ്ങളെപ്പോലെ വൃത്തികേടെന്ന് വിളിക്കുന്നവരുടെ വികാരങ്ങളൊന്നും
ഒരിക്കലും നല്ലതല്ല. ഈ 1000 വർഷത്തിൽ ഒരിക്കൽ പോലും പ്രിയപ്പെട്ടവരുടെ ജീവൻ നീ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നിന്നോട് ക്ഷമിക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ മുസാൻ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കടുവയുടെ വാലിൽ നിങ്ങൾ ചവിട്ടി. വെറുതെ നടന്നിരുന്ന ഡ്രാഗണെ നിങ്ങൾ പല തവണകളായി ശല്യം ചെയ്തു. അവരിപ്പോഴും നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. നിനക്കൊരിക്കലും അവരുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. നീ ഇപ്പോ എന്നെ കൊന്നാലും ഡീമൺ സ്ലെയർ കോർപ്പ് ഒരിക്കലും അവസാനിക്കില്ല. എന്റെ ആവശ്യം ഇവിടെയില്ല. ആളുകളുടെ വികാരങ്ങളും ബന്ധങ്ങളും നിനക്കൊരിക്കലും മനസ്സിലാവില്ല മുസാൻ. കാരണം നിന്റെ കൂടെയുള്ളവരെല്ലാം ഡീമൺസ് ആണ്. നീ ഇപ്പോ ഇല്ലാതായാൽ എല്ലാ ഡീമൺസും ഇല്ലാതാവുമല്ലേ എന്ന് ഉപയാഷിക്ക് അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട് മൂസാൻ ഒന്ന് പകച്ചു പോകുന്നു. മിണ്ടാതിരിക്കടാ. ഓ ശരി, ഇത്രയും നേരം നിന്നോട് പറയാൻ ആഗ്രഹിച്ചത് ഞാൻ പറഞ്ഞു. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാനത്ര പ്രധാനിയല്ലെന്ന് പറഞ്ഞെങ്കിലും എന്റെ മരണം ഒരിക്കലും വെറുതെ ആവില്ല. ഡീമൺ സ്ലെയർ കോർപ്പ് ബഹുമാനിക്കാൻ ഞാൻ ഭാഗ്യവാനാണ്. പ്രത്യേകിച്ച് എന്നെ സ്നേഹിക്കുന്ന എന്റെ ഹാഷിറാസ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്റെ മരണം മുൻപത്തേതിനേക്കാൾ കൂടുതൽ അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കും എന്ന് പറയാണ് ഉപയാഷിക്ക്. ഓ കഴിഞ്ഞോ നിന്റെ സംസാരം എന്ന് ചോദിച്ച് ഉപയാഷിക്ക് നേരെ കൈപിടിക്കുന്നു. അതെ, സത്യം പറഞ്ഞ ഇത്രയും നേരം നീ കേട്ടിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. താങ്ക് യു മൂസാൻ. ഇത് കേട്ട് മൂസാന് വീണ്ടും ദേഷ്യം വരുവാണ്. ഇതേ സമയം തന്നെ മാസ്റ്റർ അപകടത്തിലാണെന്ന് എല്ലാവരോടും വിളിച്ചു പറയുവാണ് ആ കാക്ക. എല്ലാ ആഷറാസും പല സ്ഥലത്തു നിന്നും മാസ്റ്റർ ഒന്നും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്നു. ജനമിയും ഒബനായും മിക്സൂരിയും ടോക്കുട്ടോയും ലേഡി ഷീനോബോയും ടോമിയാക്കയും അങ്ങോട്ട് ഓടി വരുന്നു. ടോമിയാക്കയുടെ കൂടെ ടാഞ്ചറോയും വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. മാസ്റ്ററിന്റെ കാവലിനായിട്ട് 2 ഹാഷറാസിനെയെങ്കിലും നിയമിക്കണം. അതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ ഹിമജിമ എന്ന് ജനമി അവനോട് ചോദിക്കുന്നു. ഒരിക്കലുമില്ല. 19-ാം വയസ്സിൽ ഹാഷർ ആയത് മുതൽ 8 വർഷമായി ഞാൻ ചോദിക്കുന്നു. എന്നാൽ അവരത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഹാഷറാസ് വളരെയധികം പ്രധാനപ്പെട്ടതും അത് തന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഹിമജിമ പറയുന്നു. ഉപയാഷിക്കി ഫാമിലിയുടെ മാസ്റ്റേഴ്സിനൊന്നും കാവൽക്കാരുണ്ടായിരുന്നില്ല എന്ന് പറയുവാണ് ഷിനോബോ. മാസ്റ്റർ 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 അതെ, ഏകദേശം അടുത്തെത്തി. അതാ ആ കാണുന്നു. എല്ലാം ശരിയാണ്, ഞാൻ കറക്റ്റ് സമയത്ത് അതുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജനമി. പെട്ടെന്നാണ് ആ കാര്യം സംഭവിക്കുന്നത്. ഉപയാഷിക്കും തന്റെ ഫാമിലി നിന്നിരുന്ന സ്ഥലം പതിയെ കത്താൻ വേണ്ടി തുടങ്ങുന്നു. അതിന്റെ ചൂട് കാരണം പെയ്തുകൊണ്ടിരുന്ന മഞ്ഞെല്ലാം ഉരുകിപ്പോകുന്നു. പതിയെ ആ തീ ആ മെൻഷൻ മുഴുവനായിട്ടും പടരുന്നു. മാസ്റ്ററെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി വരുന്ന ഹാഷറാസ് കാണുന്നത് ആ മനുഷ്യൻ പൊട്ടിത്തെറിക്കുന്നതാണ്. രക്തവും മാംസവും കത്തുന്ന സ്മെൽ ടാഞ്ചറൊക്കെ കിട്ടുന്നു. പെട്ടെന്നാണ് ആ തീയിൽ നിന്നൊരു ശരീരം തെറിച്ചു വീഴുന്നത്. നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ല, മുസാൻ കിബുക്സുജി. ശരീരത്തിന്റെ പാതിയിലും കൂടുതൽ കത്തിയെരിഞ്ഞതുപോലെ അവൻ തെറിച്ചു വീഴുന്നു. എന്നാ പെട്ടെന്ന് തന്നെ അവന്റെ ശരീരം റീജനറേറ്റ് ആവുന്നു. അവന്റെ ആ മുഖഭാവം, ശാന്തനായ ബുദ്ധനെ പോലെയുള്ള ആ ചിരി, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഭാര്യയെയും മക്കളെയും കൂട്ടി അയാൾ സ്വയം പൊട്ടിത്തെറിച്ചു. എനിക്ക് തെറ്റുപറ്റി. ഉപയാഷിക്ക് എന്ന അവനെ ഞാനൊരു സാധാരണ മനുഷ്യനായിട്ടാ കണ്ടത്. എന്നാ അവനെല്ലാം അറിയാമായിരുന്നു. ഞാൻ എന്തെങ്കിലും ഒരു പണി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇതുവരെ ഇല്ല. പൊട്ടിത്തെറിക്കുമ്പോ അതിന്റെ ഫോഴ്സ് വർദ്ധിപ്പിക്കാൻ അതിനകത്ത് ചെറിയ ആണികൾ നിറച്ചിരുന്നു. എന്റെ റീജനറേഷൻ എബിലിറ്റി താമസിപ്പിക്കാൻ വേണ്ടിട്ടാ അത്. അതിനർത്ഥം പണി തുടങ്ങിയിട്ടേയുള്ളൂ. ഉപയാഷിക്ക് മറ്റൊരു പദ്ധതി കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഹാഷറുകൾ വന്നാൽ. അല്ല, അവരല്ല. മന്ത്രശാലിയായ ആ മനുഷ്യൻ തന്നെ ചൂണ്ടയായി ഉപയോഗിച്ചു. എന്നോടുള്ള അവന്റെ ദേഷ്യവും വെറുപ്പും ഒരു പാമ്പിനെ പോലെ അവന്റെ ഹൃദയത്തിൽ ചുരുണ്ട് കിടക്കുമായിരുന്നു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കൊലപാതക ലക്ഷ്യങ്ങളെല്ലാം മറച്ചുവെച്ച് അവനെല്ലാം പ്ലാൻ ചെയ്യുമായിരുന്നു. അവന്റെ ഭാര്യക്കും മക്കൾക്കും ഈ പ്ലാനിങ്ങിനെ പറ്റി അറിയാമായിരുന്നോ? ഇല്ല, ഞാനിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. സമാധാനത്തോടെ എന്റെ ശരീരം മുഴുവനായിട്ട് റീജനറേറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ മൂസാൻ അവന്റെ ശരീരം മൊത്തത്തിൽ റീജനറേറ്റ് ചെയ്യുന്നു. പെട്ടെന്നാണ് അവന് ചുറ്റും ഒരുപാട് ബോൾസുകൾ പൊന്തി വരുന്നത്. സീഡ്സ് ഓഫ് ഫ്ലഷ്. ഒരു ബ്ലഡ് ഡീമൺ ആർട്ടല്ലേ ഇത്? പെട്ടെന്ന് തന്നെ ആ ബോളുകൾ മുള്ളുകളെ പോലെ മൂസാന്റെ ശരീരത്തിൽ തറച്ചു കയറുന്നു. ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ അവന്റെ ശരീരം മുഴുവനായിട്ടും തറച്ചു കയറുന്നു. ഞാൻ പിടിക്കപ്പെട്ടു. ഇതാരുടെ ബ്ലഡ് ഡീമൺ ആർട്ടാ? എന്റെ ശരീരത്തിൽ നിന്നും എനിക്കിത് മാറ്റാൻ സാധിക്കുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, പതിയെ അനക്കാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവന്റെ വാറ്റിനിട്ട് ആരോ കുത്തുന്നത്.
ആരാണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് ലേഡി താമായോ. താമായോ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇത് തോർനെസിന്റെ ബ്ലഡ് ഡീമൺ ആർട്ടാ. അസകുസയിൽ നീ ഡീമണാക്കി മാറ്റിയ അവന്റേതാണ്. ഒരു ബ്ലഡ് ഡീമൺ ആർട്ട് ഉപയോഗിച്ച് ഇവൾ എന്റെ അടുത്ത് വന്നു. ഇവളുടെ ലക്ഷ്യം എന്താ? ഇവളെന്തോ ഇവിടെ ചെയ്യുന്നേ? നീ എന്റെ കൈ അബ്സോർബ് ചെയ്തു മൂസാൻ. ഡീമൺസ് വീണ്ടും മനുഷ്യരാവാനുള്ള മരുന്നാണിത്. എങ്ങനെയുണ്ട്? അത് നടക്കുന്നത് പോലെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് താമയ അവനോട് ചോദിക്കുന്നു. ഇല്ല, അങ്ങനെ ഒരു മരുന്നില്ല. ഞാനത് ഉണ്ടാക്കി, പക്ഷേ എനിക്കത് ഒറ്റയ്ക്ക് സാധിക്കില്ലായിരുന്നു. സിറ്റുവേഷൻ ഒരുപാട് മാറിപ്പോയി മൂസാൻ. പെട്ടെന്ന് തന്നെ മൂസാൻ അവളുടെ കാലിൽ തട്ടി അവൾ അവന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നു. നീ വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണല്ലേ താമയോ? എത്ര ആഴത്തിലുള്ള പകയാണ് നിന്റേത്. ആരാണ് നിന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊന്നത്? ഞാനാണോ? അല്ല, അത് നീയായിരുന്നു. നീ അവരെ കൊന്നു തിന്നു എന്ന് മൂസാൻ അവളോട് പറയുന്നു. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഡീമൺ ആവില്ലായിരുന്നു. അന്ന് എന്റെ അസുഖം കാരണം ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കുട്ടി വളരുന്നത് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുശേഷവും നീ ഒരുപാട് മനുഷ്യരെ കൊന്നില്ലേ? അതെന്റെ തോന്നൽ മാത്രമായിരുന്നോ? നീ അവരെ വളരെ ആസ്വദിച്ചു കഴിച്ചില്ലേ? അതും എന്റെ തോന്നലായിരുന്നു എന്ന് മൂസാൻ അവളോട് ചോദിക്കുന്നു. അതെ, ഞാൻ ചെയ്തു. ഒരുപാട് പേരെ ഞാൻ കൊന്നു. എന്നാ അതിന്റെ പ്രായച്ചിത്തമായിട്ട് നിന്റെ കൂടെ ഞാൻ ഇന്നിവിടെ മരിക്കും. ഹിമജിമ, ഇപ്പോ നിന്റെ അവസരമാണ് എന്ന് താമയോ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് മൂസാൻ ഞെട്ടുന്നു. അപ്പോഴാണ് പുറകിൽ നിന്നും ദ മോസ്റ്റ് പവർഫുൾ ഹാഷറ ഗിയോമെ ഹിമജിമ തന്റെ ഗ്രേൻ നേച്ചറിങ് കൊണ്ട് അങ്ങോട്ട് വരുന്നു. ഓടി വന്ന് മൂസാന്റെ തല കേട്ട് ഒറ്റ അടി അങ്ങ് അടിക്കുവാണ്. അവന്റെ ശരീരത്തിന്റെ പകുതിയും അങ്ങ് തെറിച്ചു പോകുന്നു. ഞാൻ ആദ്യമായിട്ട് മാസ്റ്ററെ കണ്ടപ്പോ എനിക്ക് 18ഉം മാസ്റ്ററിന് 14 വയസ്സായിരുന്നു. അവരുടെ പെരുമാറ്റം കണ്ടപ്പോ എന്നെക്കാൾ 4 വയസ്സ് ചെറുതാണെന്ന് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ ഫൈറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. നീ ഒരു കൊലപാതകിയല്ല എന്ന് മാസ്റ്റർ അവനോട് പറയുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞങ്ങൾ കണ്ടുമുട്ടിയ അന്നു മുതൽ മരണം വരെ അദ്ദേഹത്തിന്റെ ഗാംഭീര്യത്തിന് ഒരു മാറ്റവും ഇല്ല. ഇന്നേക്ക് 5 ദിവസം കഴിയുമ്പോ മൂസാൻ വരും. എന്നെ ചൂണ്ടയായി ഉപയോഗിച്ച് അവന്റെ തല എനിക്ക് വേണ്ടി എടുക്കണം. എന്തുകൊണ്ടാ അവൻ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നേ? എനിക്കങ്ങനെ തോന്നി. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോ എനിക്ക് മനസ്സിലായി, ഉബയാഷിക്ക് ഈ ഫാമിലിയിലുള്ളവർക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ആ കഴിവ് അവരെ ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയരാനും പല പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കാരണമായി. എന്നെ ഒരു ചൂണ്ടയായി ഉപയോഗിക്കാൻ മറ്റു കുട്ടികൾ സമ്മതിക്കില്ല. എനിക്കിതിപ്പോ നിന്നെ മാത്രമേ ഏൽപ്പിക്കാൻ പറ്റൂ ഗിയോമെ എന്ന് മാസ്റ്റർ അവനോട് പറയുന്നു. നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ ചെയ്യാം മാസ്റ്റർ. ഹരിഗത്തോ ഹിമജിമെ. ഇതിനുവേണ്ടി എന്റെ വിലപ്പെട്ട മക്കളാരും മരിക്കേണ്ടതില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാസ്റ്ററിന്റെ പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ ഇതാണ് മൂസാൻ. നിങ്ങൾ അവന്റെ തല വെട്ടിയാലും അവൻ മരിക്കില്ല. മൂസാനെ ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു വഴി അത് സൂര്യപ്രകാശമാണെന്ന് എനിക്ക് തോന്നുന്നു. തലവെട്ടിയിട്ടും അവൻ മരിക്കുന്നില്ലെങ്കിൽ സൂര്യപ്രകാശം തട്ടുന്നത് വരെ നിങ്ങൾ അവനുമായി പോരാടേണ്ടി വരും എന്ന് മാസ്റ്റർ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് അവൻ അവന്റെ ശരീരം റീജനറേറ്റ് ചെയ്തോ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡീമണാണിവൻ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവനെ ഇല്ലാതാക്കണം. സൂര്യപ്രകാശം അവനിൽ തട്ടുന്നത് വരെ ഞാൻ അവനെ പിടിച്ചു നിർത്തണം. പെട്ടെന്ന് എന്നെ മൂസാൻ ബ്ലാക്ക് ബ്ലഡ് ബ്രിംബ്ലിസ് എന്ന അവന്റെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. സ്റ്റോൺ ബ്രീത്തിങ്, ഫിഫ്ത്ത് ഫോം, സ്റ്റോൺ സ്കിൻ. ഇതേ സമയമാണ് ജനമി അങ്ങോട്ട് ഓടി വരുന്നത്. എന്റെ മാസ്റ്റർ, നീ എന്താണ് ചെയ്ത കള്ള നായിന്റെ മോനെ? പെട്ടെന്ന് തന്നെ എല്ലാ ഹാഷറാസും അങ്ങോട്ട് ഓടി വരുന്നു. മൂസാൻ കിബുക്സുജയെ കണ്ട് ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിൽക്കുന്നു. എല്ലാ ഹാഷറാസും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദി മാസ്റ്റർ സ്ട്രാറ്റജി ഈസ് ബ്രില്യന്റ്. പെട്ടെന്ന് തന്നെ ടാൻജറോ അങ്ങോട്ട് ഓടി വരുന്നു. മൂസാനെ കണ്ട് ടാൻജറോ അവനെ തന്നെ നോക്കുന്നു. അതാണ് മൂസാൻ, അതാണ് മൂസാൻ കിബുക്സുജി. അവന്റെ തലവെട്ടിയ അവൻ ഒരിക്കലും മരിക്കില്ല എന്ന് വിളിച്ച് പറയാണ് ഹിമജിമെ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാ അവൻ ആ പന്നി. Mist breathing, fifth form. Insect breathing, butterfly dance. Serpent breathing, fifth form. Love breathing, fifth form. Water breathing, third form. Wind breathing, seventh form. Hinagami Kagura, sunflower thrust. എന്ന് പറഞ്ഞ എല്ലാവരും ഒരേ സമയം അവന്റെ അടുത്തോട്ട് ചാടുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും ഇൻഫിനിറ്റി കാസ്റ്റലിലോട്ട് പോകുന്നു. എവിടെയോ ഇരുന്ന് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുന്ന ഗിനിയയും ഇനോസ്കിയും പെട്രോളിങ്ങിന് ഇറങ്ങിയ മുറാട്ടയും മറ്റുള്ളവരും എല്ലാ ഡീമൺ സ്ലേയേഴ്സും ഇൻഫിനിറ്റി കാസ്റ്റലിലോട്ട് വീഴുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. ഇതേ സമയമാണ് ഒരു വാൾ താഴോട്ട് വീഴുന്നത് കാണുന്നത്. പെട്ടെന്ന് അതൊരാൾ പിടിക്കുന്നു.
വേറെ ആരുമല്ല, നമ്മുടെ സെനിറ്റ്സു ആയിരുന്നു അത്. ഒരു തരി പോലും പേടിയില്ലാതെ അവൻ താഴോട്ട് വീഴുന്നു. ഷിനോബോയും ഒബനായും കാൻഡ്രോജിയും എല്ലാവരും താഴോട്ട് വീഴുന്നു. ജനമിക്കും ടോക്കിടോക്കും ഹിമജബിക്കും എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയം താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന ടോമിയാക്കോ ടാഞ്ചറോയെ വിളിക്കുന്നു. ഇതിനോടകം ടാഞ്ചറോ ഒരു സ്ഥലത്ത് വന്ന് വീഴുവാണ്. അവന്റെ മുൻപിലതാ മുസാൻ. നീ എന്നെ ഒരു സൈഡിലിരുത്തിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഇപ്പൊ പോകുന്നത് നരകത്തിലോട്ടാ. ഇന്ന് രാത്രിയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അവസാനമാണ് എന്ന് മോസാൻ വിളിച്ചു പറയുന്നു. പെട്ടെന്ന് ടാഞ്ചറ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് അവൻ താഴോട്ട് വീഴുന്നു. നീയാണ് നരകത്തിലോട്ട് പോകാൻ പോകുന്നത് മൂസാൻ. ഞാൻ നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. നിനക്ക് പറ്റുമെങ്കിൽ അത് ചെയ്ത് കാണിക്കടാ ടാഞ്ചറോ കമ്മാടോ. നിന്റെ അവസാനം എന്റെ കൈക്കൊണ്ടോ കിബുക്സുജി മൂസാൻ.